الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. നല്ലവരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് വിശ്വസിച്ചവരാണ്, അംഗീകരിച്ചവരാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. വല്ല പോരായ്മയും അതിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്നവരും കൂടുതൽ ജീവിതം നന്നാക്കാൻ പരിശ്രമിക്കുന്നവരൊക്കെയാണ്. കാരണം നമുക്കറിയാം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ് ഒരു മനുഷ്യൻ അവന്റെ നാവുകൊണ്ട് പറയുന്ന വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക്. ഒരാൾ പറയുന്ന സംസാരത്തിൽ ഏറ്റവും അദ്ദേഹത്തിന് ഉപകാരം ലഭിക്കുന്ന വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്കുകൊണ്ട് ലഭിക്കുന്ന ഉപകാരം വേറെ ഒന്നുകൊണ്ടും ലഭിക്കൂല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആളുകളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിഭജിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അംഗീകരിച്ചവർ, വിശ്വസിച്ചവർ, അതനുസരിച്ച് ജീവിച്ചവർ സ്വർഗത്തിലും അല്ലാത്തവർ നരകത്തിൽ. അമ്പിയാക്കളുടെ ദഅവത്തിന്റെ പ്രമേയം, മുഖ്യ വിഷയം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർ അവരുടെ സമുദായത്തിന് അനന്തരമായി കൊടുത്തതിൽ ഏറ്റവും വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഒരാശയമാണ്. അല്ലാഹു തആല പറഞ്ഞു ഖുർആനിൽ, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ, റസൂലേ താങ്കളുടെ മുമ്പ് ഞാൻ ഒരു ദൂതനെയും അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. സൂറ അംബിയാ. ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുമുള്ള സന്ദേശം കൊടുത്തുകൊണ്ടല്ലാതെ ഒരു ദൂതനെയും താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. നമ്മൾ പല ദിക്റുകളും ചൊല്ലാറുണ്ട്. ഇമാം തിർമിദിയുടെ ഒരു ഹദീസിൽ കാണാം, അഫ്ളലുൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വഹീഹാകുന്നത് അതുകൊണ്ടാണ്. ഫർളായ ഇബാദത്തുകളാകട്ടെ, നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് റെഡിയാണോ, ഇബാദത്തും റെഡിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മായമുണ്ടോ, കുഴപ്പമുണ്ടോ എന്ന ഒരു ഇബാദത്തും സ്വീകരിക്കപ്പെടുകയില്ല.
എത്ര ഇബാദത്ത് വർദ്ധിപ്പിച്ചിട്ടും കാര്യമില്ല. അതിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അടിമകളാകുന്ന ദാസന്മാരിൽ നിന്ന് അല്ലാഹു തആല ആകെ പ്രതീക്ഷിക്കുന്നത്, അവരുടെ ഏറ്റവും വലിയ ബാധ്യത, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അവകാശം, ആളുകൾ അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട അവകാശം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയമാണ്. ഒരു ദിവസം മുആദ് ബിൻ ജബലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കഴുതപ്പുറത്ത് പിന്നിലിരുത്തി കൊണ്ടുപോവുകയാണ്. റസൂല് ചോദിച്ചു, മുആദേ അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി, അള്ളാഹുവിന് ജനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ അവകാശം ഏതാണെന്ന് താങ്കൾക്കറിയുമോ? റസൂലിൽ നിന്ന് തന്നെ മറുപടി കിട്ടാൻ വേണ്ടി മുആദ് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു ആലം, അള്ളാഹുവിനും റസൂലിനും അറിയാം. ഖാല, റസൂല് മറുപടി പറഞ്ഞു, അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ, ജനങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിന്റെ ആരാധനയിൽ ഒന്നിനെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കാതിരിക്കുക, ഇതാണ് അള്ളാന്റെ അവകാശം. വീണ്ടും തുടർന്നൊരു ചോദ്യം റസൂല്, അതദ്രി മാ ഹഖ്ഖുഹും അലൈഹി, അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിൽ ഒന്നും പങ്കു ചേർക്കാതെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള അവകാശം എന്താണ്, അതറിയുമോ എന്ന് ചോദിച്ചപ്പോ മുആദ് പറയാണ്, ഇല്ല റസൂലേ, അല്ലാഹു വ റസൂലുഹു ആലം, അള്ളാഹുവിനും റസൂലിനും അറിയാം, എനിക്കറിയില്ല. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനും മറുപടി പറഞ്ഞു, അല്ലാ യുഅദ്ദിബഹു, ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെ ശിക്ഷിക്കാതിരിക്കുക, നരകത്തിലിടാതിരിക്കുക, അവരൊന്നും ചെയ്യാതിരിക്കുക, ഇതാണ് അല്ലാഹു തആല അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അല്ലാഹു തആല അവർക്ക് ചെയ്തു കൊടുക്കുക. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മരിക്കാൻ നോക്കുമ്പം ബോധപൂർവം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനാണ്. ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവസാനം നമുക്ക് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകണം. അള്ളാഹുവിനോട് എപ്പോഴും ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. വലിയൊരു ഭാഗ്യമാണ്. കാരണം പിന്നെ ഇവിടെ ജീവിതമില്ലല്ലോ, അവസാന ശ്വാസമല്ലേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നത്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതുപോലെ ആഖിറത്തിലെത്തിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കിട്ടും. പല ആളുകളുടെയും ശുപാർശ കിട്ടും അള്ളാഹു നിശ്ചയിച്ച പ്രകാരം. അത് കിട്ടാൻ എന്താ മാർഗം? അത് കിട്ടാനുള്ള മാർഗവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇപ്പൊ ആളുകൾ പല മാർഗങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. റസൂലിനോട് എന്നെ വിളിച്ച് ദ്വാരക്ക, റസൂലെ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണേ, അത് അതിന്റെ മാർഗമല്ല, അത് കിട്ടാതിരിക്കാനുള്ള മാർഗമാണ്. ശുപാർശ കിട്ടാനുള്ള മാർഗം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം റസൂലുള്ളാഹിയോട് ചോദിച്ചു, മൻ അസ്അദുൻ നാസി ബിശഫാഅത്തിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ റസൂലേ, അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ലഖദ് ളനന്തു യാ അബൂ ഹുറൈറ അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസി അഹദുൻ അവ്വലു മിൻക ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, താങ്കൾ ഇത് ചോദിക്കുന്നതിന് മുമ്പ് വേറാരും ഇത് ചോദിക്കാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ചോദ്യമാണിത്. താങ്കളുടെ നാവിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം ഉണ്ടാകേണ്ടത്. താങ്കൾ എന്റെ ഹദീസുകളൊക്കെ മനസ്സിലാക്കാൻ ഏറെ ശ്രദ്ധിക്കുന്ന ആളാണല്ലോ, അപ്പൊ താങ്കൾ തന്നെ ചോദിച്ചത് വളരെ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി അതിന് മറുപടി പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കുക, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖിബലി നഫ്സിഹി, ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. ആത്മാർത്ഥമായി യാതൊരുവിധ കലർപ്പുമില്ലാതെ സ്വമേധയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ആളുകൾ, ആ ആളുകൾക്കാണ് എന്റെ ശുപാർശ ലഭിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്താൽ നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറിയ ചെറിയ ദോഷങ്ങളും പാപങ്ങളൊക്കെ അല്ലാഹു തആല വിട്ടുതരുന്നതാണ്.
നാളെ മഹ്ശറയിൽ ഒരു വിചാരണ രംഗം റസൂലുള്ളാഹി പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു വിചാരണക്ക് വേണ്ടി. ഒരു വലിയ വിളംബരം നടക്കുകയാണ്. ആ വിളംബരത്തോടു കൂടിയാ കൊണ്ടുവരുന്നത്. യുസാഹു ബിറജുലിൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ. എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മനുഷ്യനെ വിചാരണക്ക് ഹാജരാക്കുകയാണ്. ഫയുൻശറു ലഹു 99 സിജില്ലൻ കുല്ലു സിജില്ലിൻ മദ്ദൽ ബസർ. അതായത് അദ്ദേഹത്തിന്റെ അപാകതകൾ എഴുതി വെച്ച 99 അഥവാ അത്രയും അധികം ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച റിക്കാർഡുകളൊക്കെ കൊണ്ടുവരപ്പെടുകയാണ്. അതൊക്കെ കാണുമ്പോഴേക്ക് ഈ മനുഷ്യൻ ഏതായാലും പരാജയപ്പെട്ടു പോയി എന്ന് ഉറപ്പാണ്. അപ്പോ ആ മനുഷ്യനോട് ചോദിക്കുമ്പോ തുങ്കിറു മിൻഹാദാ ഷൈഅൻ, ഇതൊക്കെ നീ ചെയ്തതാ, വല്ലതും ഇതിൽ നിന്നും നിനക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ഇതിങ്ങനൊന്നും ഇല്ല എന്ന് പറയാനാകുമോ? അത് അദ്ദേഹം പറഞ്ഞു, ഇല്ല യാ റബ്ബി, ഇല്ല റബ്ബേ, എനിക്ക് പറയാൻ കഴിയില്ല, ഒക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. ഫയഖൂലു, അപ്പൊ അല്ലാഹ് പറയും, അലക്ക ഉൾദുറുൻ ഔ ഹസന, നിനക്ക് വല്ല നന്മയുമുണ്ടോ, അല്ല വല്ല കാരണവും പറയാനുണ്ടോ നരകത്തിലിടാതിരിക്കാൻ? ഫയഹാബുർ റജുൽ, ആ സമയത്ത് ആ മനുഷ്യൻ വല്ലാതെ പേടിച്ചു പോകും. ഫയഖൂൽ, എന്നിട്ട് പറയും, എന്റെ അടുത്തൊന്നും ഇല്ല റബ്ബേ, ലാ യാ റബ്ബി എന്ന് പറയും. ഫയഖൂൽ, അപ്പൊ അല്ലാഹ് പറയാണ്, ബല ഇന്നലക ഇൻദനാ ഹസനാത്ത്, നിനക്കൊരുപാട് നന്മകളുണ്ട്, അത് ഹാജരാക്കിയിട്ടില്ല. വഇന്നഹു ലാ ദുൽമ അലൈക, നിന്നോട് അക്രമമില്ല. ഫയുഖ്റജു ലഹു ബിതാഖത്തുൻ ഫീഹാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇത് ഉല്ലേഖനം ചെയ്യപ്പെട്ട അവന്റെ ആദർശം, ആ ആദർശത്തിന്റെ ചീട്ട് അവിടെ ഹാജരാക്കപ്പെടുകയാണ്. ഫയഖൂൽ, അപ്പൊ ആ മനുഷ്യൻ പറയും, യാ റബ്ബി മാ ഹാദിഹിൽ ബിതാഖ മാ ഹാദിഹിൽ സിജില്ലാത്ത്, ഈ ഒരുപാട് ഉള്ളതിനോടൊപ്പം ഈ ചെറിയ ബിത്താക്ക കൊണ്ട്, കാർഡ് കൊണ്ടെന്ന് നടക്കാനാണെന്ന്. ഫയഖൂൽ, അല്ലാഹ് പറയും, ഇന്നക ലാ തുദ്ലം, നിന്നോട് അക്രമമില്ല, അത് രണ്ടും തൂക്കപ്പെടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ആദർശം ശരിയാണെങ്കിൽ അതിനെ തൂങ്ങാൻ, അതിനെ കവച്ചു വെക്കാൻ ഒന്നുമില്ല എന്ന് അറിയാമല്ലോ. ആ ത്രാസിൽ അങ്ങോ അപ്പുറത്തും ഇപ്പുറത്തും വെക്കുമ്പോൾ ആ ബിതാഖയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് കനം തൂങ്ങുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തെറ്റ് ചെയ്ത് ജീവിക്കാനുള്ള ലൈസൻസ് കൊടുത്തതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം പറഞ്ഞതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായതോടൊപ്പം തന്നെ അതിന് വിരുദ്ധമായ ജീവിതം നയിച്ച, കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരുപാട് ആളുകളെ അല്ലാഹു തആല ഇടപെട്ട് ശിക്ഷ നടപ്പാക്കിയത്, ഐഹിക ജീവിതത്തിൽ തന്നെ അല്ലാഹു ഇടപെട്ടത്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയതിന്റെ പേരിലും മറ്റും, അതുപോലെ സ്വവർഗരതി, അതിനെതിരെയുമൊക്കെ അല്ലാഹു തആല ശിക്ഷ നടപ്പാക്കിയത് വിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാതെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് ചൊല്ലിയാ മതി, പിന്നെ ജീവിതം എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതല്ലിത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം അനുസരിച്ച് തന്നെ ജീവിക്കണം, അത് കുഴപ്പമായാൽ പിന്നൊന്നുമില്ല എന്നതിന്റെ ഗൗരവം പറയാൻ. അതുകൊണ്ടല്ലേ അവസാന നിമിഷം അബൂ താലിബ് അവസാന ശ്വാസം വലിക്കാൻ നോക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും സംരക്ഷണം നൽകിയ, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാത്ത തന്റെ മൂത്താപ്പയാണ് അബൂ താലിബ്, പിതാവിന്റെ ജ്യേഷ്ഠനാണ്. പറഞ്ഞു നോക്കി അവസാനം മുത്താപ്പ, അന്ന അബാ താലിബിൻ ലമ്മ ഹളറത്തുൽ വഫാത്തു ദഖല അലൈഹി നബി, റസൂലുള്ളാഹി കടന്നു ചെന്നിട്ട് പറഞ്ഞു, അത് അബൂ താലിബിന്റെ അടുത്ത് അബൂജഹലും അതുപോലുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഐ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ നുഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്കൊന്ന് പറഞ്ഞു നിൽക്കാൻ, നിങ്ങളുടെ കാര്യത്തിൽ ഒന്ന് പറഞ്ഞു നിൽക്കാൻ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് പറഞ്ഞപ്പോ അബൂജഹലും അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യയും ഇതുപോലുള്ള ഖുറൈശി നേതാക്കൾ സമ്മതിച്ചില്ല. അവര് പറഞ്ഞു, അബൂ താലിബേ അതർഗബു അം മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ ആദർശത്തെ ഒഴിവാക്കുകയാണോ മുഹമ്മദിന്റെ സംസാരം കൊണ്ട്? ഫലം യസാല യുകല്ലിമാനിഹി ഹത്താ ഖാല ആഖിറ ഷൈഇൻ കല്ലമഹും ബിഹി,
അവസാനം അബൂ താലിബിനെ കൊണ്ട് അവര് സംസാരിപ്പിച്ചു, അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരം അബൂ താലിബ് ചൊല്ലിയതാണ് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മതപ്രകാരം ഞാനിതാ മരിച്ചു പോകുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു. ലാ അസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻഹു. എന്നോട് വിരോധിക്കപ്പെടുന്നത് വരെ നിങ്ങളുടെ പാപം പൊറുക്കപ്പെടാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും, ഞാൻ ദുആ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ റസൂല് ഇറങ്ങി വന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ സംസാരിച്ചു, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അയസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തൽ ഒരു പ്രവാചകന് യോജിച്ചതല്ല, ആ പ്രവാചകന്റെ കൂടെ വിശ്വസിച്ചവർക്കും യോജിച്ചതല്ല. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്ന് റസൂലുള്ളാഹിയോട് പറയുകയാണ്. വലൗ കാനൂ ഉലി ഖുർബ, അവർ കുടുംബക്കാരാണെങ്കിലും, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, വളരെ വ്യക്തമായി അവർ ശിർക്കിലാണ്, നരകവാസികളാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും അള്ളാഹിനോട് പുറത്തു കൊടുക്കാൻ പറയുന്നത് ഒരു പ്രവാചകന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയില്ലേ? തുടർന്ന് വീണ്ടും അല്ലാഹു തആല ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല എന്ന്. അബൂ താലിബിന് അറിയാമായിരുന്നു ഇസ്ലാമാണ് ശരിയെന്ന്. അദ്ദേഹം പറയാറുണ്ട്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. ഈ ലോകത്തുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് മുഹമ്മദ് പ്രബോധനം ചെയ്യുന്ന മതമാണ്. ലൗലൽ മലാമത്തു ഔ ഹിദാറു മസബ്ബ ലവജത്തനി സംഹം ബിദാക മുബീന. എന്നെ ആക്ഷേപിക്കപ്പെടുകയില്ലായിരുന്നുവെങ്കിൽ പരസ്യമായത് പ്രഖ്യാപിക്കുന്ന വ്യക്തിയായി ഞാനും ഉണ്ടാകുമായിരുന്നു മുൻനിരയിലെന്ന് അബൂ താലിബ് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അത് ഉൾക്കൊണ്ട് പരസ്യമായി ഷഹാദത്ത് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചില്ല. ഇതിന്റെ പര്യവസാനമാണ് നമ്മൾ ഈ കണ്ടത്. ഇതിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തൊക്കെ ചെയ്തു കൊടുത്തു നേരിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ താലിബ്. അന്ന് ശഅബ് അബീ താലിബിൽ വെച്ച് റസൂലിനെ ശത്രുക്കൾ വന്ന് വധിക്കുമോ എന്ന ഭയം കൊണ്ട് അബൂ താലിബ് പറഞ്ഞിരുന്നു, എന്റെ പുതപ്പെടുത്ത് മുഹമ്മദിന് പുതപ്പിച്ചു കൊടുക്ക്. ആളുകളെങ്ങാനും രാത്രി കയറി വരികയാണെങ്കിൽ അടച്ചുറപ്പുള്ള റൂമിലൊന്നും അല്ലല്ലോ, മലയിലിങ്ങനെ കിടക്കല്ലേ ആ കുന്നും പുറത്ത്. അപ്പൊ അബൂ താലിബിന്റെ പുതപ്പും പുതച്ച് കിടക്കുന്നത് കണ്ടാൽ അബൂ താലിബാണെന്ന് മനസ്സിലാക്കിയിട്ട് ശത്രുക്കൾ തിരിച്ചു പോകും, ഞാൻ എങ്ങനെയെങ്കിലും കിടന്നോളും എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്ത, എല്ലാവിധ ചുറ്റുപാടുകളും ഒരുക്കി കൊടുത്ത ആ അബൂ താലിബിന്റെ അവസാനത്തെ അവസ്ഥ ഈ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തതിന്റെ പേരിൽ വന്നെങ്കിൽ നാം ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ആദർശം, അതിന്റെ ആശയം, അതിന്റെ അർത്ഥം, അത് ഉൾക്കൊള്ളുന്നത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. പല പ്രസംഗങ്ങളിലും കണ്ടതാണ്. അത് തന്നെയാണ് നമ്മുടെ അജണ്ട, അത് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം. പക്ഷെ പോരാ, ഇടക്കിടക്ക് പൊടി തട്ടിക്കൊണ്ടിരിക്കണം. കാരണം നമുക്കിതില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. നാളെ മഹ്ശറയിൽ എത്തിയിട്ട് നീ മറുപുറത്ത ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളല്ല എന്ന് പറഞ്ഞാൽ കുടുങ്ങി, നമ്മുടെ എല്ലാം അവസാനിച്ചു. അതുകൊണ്ട് ഇടയ്ക്കിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊടി തട്ടി ഉർച്ച കൂട്ടി വൃത്തിയാക്കി ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടല്ലേ മഹാനായ ഹസനുൽ ബസരിയോട് ചോദിക്കപ്പെട്ടിരുന്നു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്ത് കടക്കും എന്നല്ലേ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അതെ ശരിയാണ്, ആ പറഞ്ഞത് റെഡിയാണ്. പക്ഷെ അതിന് ചില ഫർളുകളുണ്ട്, അതിന് ചില ബാധ്യതകളുണ്ട്, ഹക്കുകളുണ്ട്, അവകാശങ്ങളുണ്ട്. അതൊക്കെ പൂർത്തിയാക്കി ജീവിക്കണം. വഹബ് ബിൻ മുനബ്ബഹിനോട് ചോദിച്ചിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയല്ലേ സ്വർഗത്തിന്റെ താക്കോലെന്ന്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പക്ഷെ താക്കോലിനെല്ലാം പല്ല് വേണമല്ലോ, അതിന് അനുബന്ധ സംഗതികളൊക്കെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ മുഴുവൻ ജനങ്ങളെയും നമുക്ക് 4 വിഭാഗമാക്കാവുന്നതാണ്. ഏതൊക്കെയാ 4 വിഭാഗം? ഒന്നാമത്തെ ഒന്നിനെയും ആരാധ്യനായി അംഗീകരിക്കാത്തവർ.
ഒന്നിനെയും ആരാധിക്കാത്തവർ ദൈവനിഷേധികൾ, നമ്മളവരെ യുക്തിവാദികൾ എന്ന് പറയും. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിനെയും ആരാധിക്കും, അള്ളാഹ് അല്ലാത്തതിനെയും ആരാധിക്കും. അള്ളാഹിന്റെ സൃഷ്ടികളെ, പൂർവകാലത്ത് ജീവിച്ചു പോയവരെ, അവരോട് പ്രാർത്ഥിക്കും, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിനെയും ആരാധിക്കും. അതായത് മേലൊരാളുണ്ട്, അവൻ കാണും, അവനെ പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ അവർ പരിഗണിക്കും. ഇത്തരം ആളുകൾ, അവർക്കാണ് മുശ്രിക്ക് എന്ന് പറയുന്നത് അറബിയിൽ. അതായത് അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളതിനെയും കൂടി പങ്കു ചേർക്കുന്നവർ. മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല, അള്ളാഹു അല്ലാത്തതിനെ മാത്രമാണ് ആരാധിക്കുന്നത്. അങ്ങനെ ജീവിച്ചങ്ങ് മരിച്ചു, അള്ളാഹിനെ ഒരിക്കലും ആരാധിച്ചിട്ടില്ല, അങ്ങനത്തെ ആൾക്കാർ. നാലാമത്തെ വിഭാഗമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ, വേറൊന്നിനെ ആരാധിക്കില്ല. ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടേണ്ടത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന. രണ്ട് പാർട്ടുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ളത്. ഒന്ന് ലാ ഇലാഹ, മറ്റൊന്ന് ഇല്ലല്ലാഹ്. ഈ രണ്ട് റുക്നുകൾ കൂടിയതാണ് കലിമത്തു തൗഹീദ്. ലാ ഇലാഹ മാത്രം ശരിയായത് കൊണ്ട് കാര്യമില്ല, ഇല്ലല്ലാഹ് എന്ന ഭാഗം മാത്രം ശരിയായത് കൊണ്ടും കാര്യമില്ല. ഇത് രണ്ടും ശരിയാകണം. അതായത് ലാ ഇലാഹ, അള്ളാഹു ഒഴികെ ഒരു ഇലാഹും എനിക്കില്ല. എനിക്ക് നേർച്ചയാക്കാൻ, എനിക്ക് തവക്കുലാക്കാൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ, എനിക്ക് അവലംബമായി കൊണ്ടു നടക്കാൻ ഇല്ല. അള്ളാഹു ഒഴികെ മറ്റൊന്നുമില്ല. അതാ ലാ ഇലാഹ ലാ ഇലാഹ എന്ന ആ ഭാഗം. എന്നിട്ട് പറയുന്നു ഇല്ലല്ലാഹ്, അതിനൊക്കെ എനിക്കുള്ളത് അള്ളാഹു മാത്രാണ്. അള്ളാഹു ഒഴികെ എനിക്ക് ഒരു ഇലാഹു ഇല്ല. ഇത് കൃത്യമായി പ്രഖ്യാപിക്കണം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന. യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. ആരാധ്യന്മാർ ഒരുപാടുണ്ട്, പലരും പലതിനെ ആരാധിക്കുന്നുണ്ടല്ലോ. ആരാധ്യന്മാരില്ല എന്ന് പറഞ്ഞാലും ശരിയാവൂല, പലരും പലതിനെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ സത്യസന്ധമായി അർഹതയോടുകൂടി ആരാധിക്കപ്പെടാനുള്ള യോഗ്യതയും അർഹതയും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനേ ഉള്ളൂ, ബാക്കിയൊക്കെ സൃഷ്ടികളാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒന്നും ഇബാദത്തിൽപ്പെട്ട യാതൊന്നും അള്ളാഹു അല്ലാത്തവർക്കായി പോകുന്നുണ്ടോ എന്നാലോചിച്ചു കൊണ്ടേയിരിക്കുക. തൗഹീദിന് വിരുദ്ധമായത് അങ്ങനെ സംഭവിക്കുമോ? നമ്മളൊക്കെ തൗഹീദിന്റെ ആൾക്കാരല്ലേ. ഈ തഫാഉല് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഈ ലക്ഷണക്കേട് എന്നൊക്കെ പറയൂലേ, ഇത് ബാധിക്കാത്ത മനുഷ്യന്മാരേ ഇല്ല. ഏത് തൗഹീദുള്ളവനും ബാധിക്കും. ഒരു പക്ഷി കരഞ്ഞാൽ മതി, ഇനി അതല്ലെങ്കിൽ ഒരു പൂച്ച വിലങ്ങിയാടിയാൽ മതി, അത് കറുത്ത കൂടിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അതായത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ തൗഹീദിന്റെ ആൾക്കാരല്ലേ, എനിക്ക് അങ്ങനത്തെ വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ പണ്ടുള്ളവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ പോണോ? പോവാതിരുന്നാ പിന്നെ ഞാൻ അതിന്റെ ആളായി പോകൂലേ? എന്നാ പോവുകയല്ലേ? ഒരു അയകുഴമ്പൻ അവസ്ഥ മനസ്സിൽ. എവിടെയൊക്കെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉദാഹരിച്ചത് ഉറുമ്പരിച്ച് കയറുന്നത് പോലെ, ചെറിയ ഉറുമ്പ്. അപ്പൊ റബ്ബിനോട് പറയാൻ കഴിയണം, അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയണം നമുക്ക്. അള്ളാഹുവിനോട് പറയണം, ഇവിടെ ഖൈറിന്റെയും ഷർറിന്റെയും എല്ലാം ഉടമ, അത് നൽകുന്നവൻ റബ്ബാണ്. അത് പക്ഷിയല്ല, ജീവജാലങ്ങളല്ല, ഒന്നുമല്ല. റബ്ബാണത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അതിന്റെ ആളാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലേ? അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം. നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ. ഇല്ല, നീയല്ലാതെ വേറൊന്നുമില്ല. അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനോടും ദുആ ചെയ്യാത്തവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശരിയായ വക്താവ്. ഇതെല്ലാം കൃത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും വിരുദ്ധമായത് വല്ലതും എന്നിൽ സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് നിരന്തരമായി ആലോചിച്ചു കൊണ്ടിരിക്കുകയും നമ്മുടെ വീട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായത് ഭാര്യയുടെ ഭാഗത്തു നിന്നോ മക്കളുടെ ഭാഗത്തു നിന്നോ പേരക്കുട്ടികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരന്തരമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘടകം
അത് മറന്നുകൊണ്ട് ബാക്കി എന്ത് പ്രവർത്തനം നടത്തിയിട്ടും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇടയ്ക്കിടെ നമ്മുടെ നഫ്സിനോട്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വീട്ടില് ഒക്കെ ചർച്ചയാകേണ്ട വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ ആദർശം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഉസൈക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 2 റുക്നുകൾ നമ്മൾ മനസ്സിലാക്കി, അഭിവാജ്യ ഘടകങ്ങൾ, അതിന്റെ ഫർളുകൾ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുബത്തിലാത്തുകൾ, അത് ബാത്തിലാക്കി കളയുന്ന, നിഷ്ഫലമാക്കി കളയുന്ന സംഗതികളുണ്ട്. വുളു എടുത്താൽ നവാഖിദുൽ വുളു എന്ന് കേൾക്കാറില്ല, വുളു മുറിയുന്ന കാര്യങ്ങൾ, വലിയ അശുദ്ധിയുടെ കാര്യങ്ങൾ. അതുപോലെ തൗഹീദ് മുറിയുന്ന സംഗതികൾ, അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കൽ തൗഹീദ് മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും തൗഹീദ് നിന്ന് പുറത്തു പോകൂല എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളാണ് പലരും. അല്ല, അതുപോലെ തന്നെയാണ്, പലപ്പോഴും അത് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ തൗഹീദ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ് നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ സംഗതി ശിർക്ക് തന്നെയാണ്. ശിർക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഉറുമ്പരിച്ച് കയറുന്നത് പോലെ, ആരും അറിയാതെ അതോടുകൂടി അങ്ങ് പൊരുത്തപ്പെട്ട് അതിലങ്ങ് ലയിച്ച് അങ്ങനെയായി നമ്മൾ അറിയാതെ ശിർക്കിലകപ്പെട്ടു പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതിന്റെ കാലദൈർഘ്യം രാവിലെ മുഅ്മിനായിരുന്നു, പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫറായി പോകുന്ന, സത്യനിഷേധിയായി പോകുന്ന അവസ്ഥ ഉണ്ട്. നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് റസൂൽ അത് പറയുന്നത്. ബാങ്കിലും ഇഖാമത്തിലും നമസ്കാരത്തിലും മറ്റ് പ്രധാനപ്പെട്ട ആരാധനകളിലും ദിക്റുകളിലും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾപ്പെടുത്തിയതും അതിന് തന്നെയാണ്. ഇടയ്ക്കിടെ അത് ഓർമ്മിക്കാം. നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥനയും അല്ലാത്തതുമായ സംഗതികൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു അമുസ്ലിമായ മനുഷ്യനും ഒരു മുസ്ലിമായ മനുഷ്യനും കൂടി ഡോക്ടറെ അടുത്ത് പോയിട്ട് രോഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അത് പ്രാർത്ഥനയല്ല എന്ന വിഷയത്തിൽ. അതൊരിക്കലും പ്രാർത്ഥനയല്ല. അതെല്ലാ മതക്കാരും പോകും, ഡോക്ടറെ സമീപിക്കും. നേരെ മറിച്ച് അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് തന്റെ കൂടെയുള്ള സുഹൃത്തന്യ മതക്കാരൻ അവന്റെ ആരാധനാലയത്തിൽ കയറി അതേ രോഗം മാറാൻ വേണ്ടി അവന്റെ ദൈവത്തോട് പറയുകയാണെങ്കിൽ അത് ഡോക്ടറോട് പറഞ്ഞതുപോലെയല്ല, അത് പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥനയാണ്. അപ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ, മുസ്ലിമായി നടക്കുന്ന ഒരു മനുഷ്യൻ, അവൻ മക്ബറെ കയറിയിട്ട് വരുന്ന അടുത്തുള്ള ഒരു ഷെയ്ഖിന്റെ, ഒരു തങ്ങളുടെ, ഒരു ബീവിയുടെ ഖബറിന്റെ അടുത്ത് കയറിയിട്ട് ഡോക്ടറോട് പറഞ്ഞതുപോലെ തന്നെ എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറയാണ് അതിൽ കിടക്കുന്ന ആളോട്. അത് ഡോക്ടറോട് പറഞ്ഞതുപോലെയല്ല, അതൊരു സാധാരണ വാക്കല്ല, മറിച്ച് അത് പ്രാർത്ഥനയാണ്, അത് ഇബാദത്താണ്. അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ശിർക്കിന്റെ ആളുകളുടെ കൂട്ടത്തിലാണ് അവരുണ്ടാകുക. തൗഹീദിന്റെ ആളുകളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പറയുകയും ചികിത്സക്ക് ഡോക്ടറെ സമീപിക്കുകയും ചെയ്യണം. ഇത് ആർക്കും മനസ്സിലാകുന്ന ഒരു പരമ യാഥാർത്ഥ്യമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവ് അവൻ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവൻ അള്ളാഹുവിനോട് മാത്രമേ സഹായാർത്ഥന നടത്തുകയുള്ളൂ, അവൻ അള്ളാഹുവിങ്കൽ മാത്രമേ തവക്കുലാക്കുകയുള്ളൂ. കാര്യങ്ങളൊക്കെ അള്ളാഹിനെയാണ് ഏൽപ്പിക്കുക. അതുകൊണ്ട് തന്നെ തൗഹീദ് നഷ്ടപ്പെടുത്തുന്ന സംഗതികൾ കൃത്യമായി മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ശിർക്ക് തന്നെയാണ്.
അതുപോലെ ഒരാൾക്ക് തോന്നുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ഒരു ജീവിത മാർഗം അത് അന്നത്തെ ആളുകൾക്കൊക്കെ ഫിറ്റാണ്. ഇന്ന് കാലൊക്കെ പുരോഗമിച്ചില്ലേ, ഇന്നുള്ള ആളുകൾക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട പലതും ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും എന്നങ്ങ് തോന്നിക്കിട്ടിയാൽ മതി. എന്നാ പോയി സംഗതി ഒന്ന് മുറിഞ്ഞു, തൗഹീദ് മുറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുദയേക്കാൾ, ആ മാർഗദർശനത്തെക്കാൾ നല്ലത് വേറെയുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട വല്ലതിനെയും ഒന്ന് പരിഹസിച്ചാൽ മതി. ദീനെന്ന് പുറത്തുവാൻ അത് കൂടുതലൊന്നും വേണ്ട. അള്ളാന്റെ മസ്ജിദിനെ ഒന്ന് കാറി തുപ്പിയാ മതി ഇസ്ലാം ഒന്ന് പുറത്തുപോകാന്. വിശുദ്ധ ഖുർആനിനെ ഒന്ന് നിന്ദിച്ചാ മതി ഇസ്ലാം ഒന്ന് പുറത്തു പോകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാകാൻ. ഇനി ചില മനുഷ്യന്മാർക്ക് ശരീഅത്ത് ബാധകല്ല എന്ന് വിശ്വസിച്ചാലും മതി. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. നിസ്കാരം നിർബന്ധമില്ലാത്ത, നോമ്പ് നിർബന്ധമില്ലാത്ത, നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പ് വച്ചിട്ടില്ലെങ്കിലും വലിയാണ്, ശൈഖാണ് എന്ന് വിശ്വസിച്ചാൽ മതി. അപ്പൊ ശരീഅത്തിനൊരു വിലയില്ലാതായി. ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിലും സ്വർഗത്തിലേക്ക് പോകും എന്ന് ആളുകളെ സംബന്ധിച്ച് വിശ്വസിച്ചാൽ മതി. ഈ ശരീഅത്തിന്റെ വില അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാൻ, നമ്മുടെ തൗഹീദ് മുറിഞ്ഞു പോകാൻ, ഒന്നു നഷ്ടപ്പെട്ടു പോകാൻ. അതുപോലെ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സംഗതികൾ നമ്മളിലേക്ക് വരുമ്പോ അതിനെ അവജ്ഞയോടുകൂടി, അവഗണനയോടുകൂടി കാണുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ മതി. ആ ഖൽബിൽ തൗഹീദ് ഉണ്ടാവൂല. ഒക്കെ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറളാൻഹാ. അള്ളാഹുവിന്റെ ആയാത്തുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അതൊക്കെ അങ്ങ് തള്ളിക്കളയാ, അങ്ങ് തിരിഞ്ഞു കളയാ. ഇന്നാ മിനൽ മുജ്രിമീന മുന്തഖിമൂൻ. സൂറ സജദയിൽ അല്ലാഹു തആല പറയാ, അത്തരം അക്രമികളോട് നമ്മൾ കാരണം ചോദിക്കുന്നതാണ്, അവരെ പിടിച്ച് ശിക്ഷിക്കുന്നതാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ നമ്മുടെ തൗഹീദിനെ വളരെ മഹത്തായ ഒരു നിഅമത്തായിട്ട് നമ്മൾ കാണുകയും അതിന് വിരുദ്ധമായത് വല്ലതും സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് നിരന്തരമായി പേടിക്കുകയും ഇടയ്ക്കിടെ ആ തൗഹീദിനെ ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കി കൂടുതൽ ശക്തിപ്പെടുത്തി മനസ്സിൽ സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കാനും അവസാനം ആ കലിമ തന്നെ ചൊല്ലി മരണപ്പെടാനുമുള്ള ഭാഗ്യം ലഭിക്കാൻ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, കലിമത്ത് തൗഹീദിന്റെ വാർത്താക്കളായി ഞങ്ങൾ അംഗീകരിക്കണേ റഹ്മാനെ. അതിന്റെ പ്രബോധകന്മാരായി ഞങ്ങൾ അംഗീകരിക്കണേ റഹ്മാനെ. അതനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായി അംഗീകരിക്കണേ റഹ്മാനെ. അതിന് വിരുദ്ധമായതെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ വല്ലതും വിശ്വസിച്ച് പോകുന്നതിനെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അവസാനം മുസ്ലിമായി ജീവിച്ച് ബോധപൂർവം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾക്ക് നീ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകി മരണാനന്തരം ഞങ്ങളെ അംഗീകരിക്കണേ റഹ്മാനെ. ദുനിയാവിലും അതിന്റെ ഫളലും ഖൈറും ബറക്കത്തും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല മനസ്സമാധാനം തരണേ റഹ്മാനെ. പരിപൂർണമായി നിന്നിൽ തവക്കുലാക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആഖിറത്തിലും ദുനിയാവിലും ഖൈർ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ശർറിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.